ടെക്നോ കാമോൺ 19 സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോ കാമോൺ 19 സീരീസിൽ ഇപ്പോൾ 2 ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്നോ കാമോൺ 19ഉം അതുപോലെ തന്നെ ടെക്നോ കാമോൺ 19 നിയോയും. ഇതിൽ ടെക്നോ കാമോൺ 19 എന്ന സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ കാമോൺ 19 എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ടെക്നോ കാമോൺ 19ൽ 6.8 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ പല 4G ഫോണുകളിലും AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫോണിൽ AMOLED ഡിസ്പ്ലേ വരുന്നില്ല, LCD പാനലേ വരുന്നുള്ളൂ. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഈ ഫോണിൽ വരുന്നുള്ളൂ. ഇതൊരു 4G ഫോണാണ്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല 4G ഫോണുകളിലും നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. ചില ഫോണുകളിൽ AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറിൻ്റെ കൂടെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. എന്നാൽ ഇതിൽ AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടില്ല, അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് ഫീച്ചേഴ്സിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അവർക്ക് ഈ ഒരു ഫോണിൽ കൊടുക്കായിരുന്നു. പിന്നെ ഇതിൽ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ എടുത്തു വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറിയ ബെസൽസ് ആണ് വരുന്നത്. ബെസൽസിൻ്റെ സൈസ് വരുന്നത് 0.98 mm മാത്രമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ബെസൽസ് വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാത്രം മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് AMOLED ഡിസ്പ്ലേ അതല്ലാന്നുണ്ടെങ്കിൽ കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവർക്ക് കൊടുക്കായിരുന്നു. അപ്പം മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8.3 mm ആണ്. ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്കോ ബ്ലാക്ക്, ജോമെട്രി ഗ്രീൻ, അതുപോലെ തന്നെ സീ സാൾട്ട് വൈറ്റും. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോണിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോണൊക്കെ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല പ്രോസസ്സർ എന്ന് പറയാം. പക്ഷേ 15,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസും അതുപോലെ തന്നെ ഗെയിമിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഫോണിൽ 6 GB റാം വരുന്നുണ്ട്, അതുപോലെ തന്നെ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ കൂടുതൽ റാം എന്നുള്ളതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എന്നുള്ളതാണ്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ചെയ്യില്ല, മാക്സിമം 4G സപ്പോർട്ടാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. eMMC 5.1 സ്റ്റോറേജ് ടൈപ്പാണ് ഇതിൽ വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 512 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മെമ്മറി ഫ്യൂഷൻ എന്നുള്ള ടെക്നോളജി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 5 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 12 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 64 MP f1.7 പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് RGBW സെൻസറാണ്. പിന്നെ രണ്ടാമത് 2 MP ഒരു ഡെപ്ത് സെൻസറും മൂന്നാമത് ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണായിട്ടും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കൂടി അവർക്ക് ആഡ് ചെയ്യായിരുന്നു. ഈ 2 MP സെൻസറും അതുപോലെ തന്നെ AI ലെൻസൊക്കെ കൊടുക്കുന്ന സമയം കൊണ്ട്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ മികച്ചൊരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നില്ല. വിലയുടെ കാര്യം നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. ഈ ഫോണിൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. ജൂലൈ 23 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ടെക്നോ കാമോൺ 19 എന്ന സ്മാർട്ട് ഫോണിൽ അതിന് മാത്രം മികച്ച ഫീച്ചേഴ്സൊന്നും വരുന്നില്ല. മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ മികച്ചൊരു പ്രോസസ്സറും ഇതിൽ വരുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ RGBW സെൻസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്തായാലും ക്യാമറയുടെ കാര്യം റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അതിനുശേഷം മാത്രം സെലക്ട് ചെയ്യുക.
പിന്നെ അതിന് മാത്രം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.